ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മളൊരു കുമ്പളങ്ങ ഇട്ട് വെച്ച ഉണക്കമീൻ കറിയാണ് കേട്ടോ. സൂപ്പർ കറിയാണ്, എല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്കിത് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉണക്കമീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കാരണം അതിൽ ഉപ്പ് രസം കൂടുതലായിരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഉപ്പ് ഇത്തിരി കുറയാനായിട്ട് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചു. പിന്നെ ഞാനൊരു ചട്ടിയാണ് വേണ്ടത്. എൻ്റെ ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് കുമ്പളങ്ങ നൈസായിട്ട് അരിഞ്ഞു വച്ചേക്കുന്നതും പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നന്നായിട്ട് നടുകിനെ കീറിയതും കൂടി ചേർത്ത്, പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനായ പൊടികളാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഇപ്പോൾ ഇതിന് വേണ്ടത് ഈ കുമ്പളങ്ങ വേവാനുള്ള മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനൊരു ആവശ്യത്തിന് ഉപ്പിൻ്റെ അളവ് നിങ്ങളുടെ ആവശ്യത്തിനാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഉണക്കമീനാണ് ഇടുന്നത്, അപ്പോൾ അതിൽ ഉപ്പുണ്ടാവും. അപ്പം വളരെ ചെറിയ എമൗണ്ട് ഉപ്പിപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ, നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചട്ടിയുടെ 2 വശത്തും പിടിച്ചിട്ട് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കുമ്പളങ്ങ ഒരുപാട് തിന്നായി പോകരുത്, ഇത്തിരി കട്ടിക്ക് വേണം അരിയാനായിട്ട്. ഞാൻ നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. പിന്നെ ഒരു ജാറിലേക്ക് നമ്മളിപ്പോൾ ഇതിന് വേണ്ട അരപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കൊടുത്തേക്കുന്നത്. ഇത്ര ഐറ്റംസാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഞാനിതിലേക്ക് ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തിട്ടാണ് പിന്നെ രണ്ടാമതാണ് ഞാനിതിലേക്ക് വെള്ളം ചേർക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നൈസ് പൊടിയായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. ഫസ്റ്റ് വെള്ളം ചേർത്ത് അരച്ച് നമുക്ക് നന്നായിട്ട് നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടിയില്ല. അപ്പോൾ ഈ ട്രിക്കൊന്ന് നിങ്ങളൊന്ന് ആദ്യം ചെയ്ത് നോക്കൂ കേട്ടോ. ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ സൂപ്പറാണ്. നിങ്ങൾക്കിടെ മിക്സിയിൽ അധികം അരഞ്ഞ് കിട്ടാത്ത മിക്സി ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ഈ ട്രിക്കൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫൈനായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ ദേ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അരച്ചത് ഇങ്ങനത്തെ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് ഇനിയും വെള്ളം ചേർത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തിളപ്പിക്കാൻ വെച്ചിരുന്ന കുമ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ അരപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ വേണമെങ്കിൽ സ്പൂൺ വെച്ച് ഇളക്കുക, അല്ലെങ്കിൽ 2 സൈഡിലും പിടിച്ചിട്ടൊന്ന് കറക്കിയെടുത്താലും മതി. അങ്ങനെ ഇളക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കഴിയുന്നതും സ്പൂണൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് ഇളക്കാതിരിക്കാൻ നോക്കാം. ഞാൻ ഇപ്പോൾ ചെയ്തപ്പോൾ അങ്ങനെ ആയിപ്പോയി. ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് മണം പോണ വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം ഇത് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ഇത് അടിയിൽ പിടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സാധനം നമ്മൾ ഒന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു കൊടംപുളി, നിങ്ങളുടെ പുളിക്ക് ആവശ്യത്തിന് കൊടംപുളി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നേരത്തെ നിങ്ങൾ കൊടംപുളി ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിട്ട് വയ്ക്കണം. എന്നിട്ട് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടും ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളതിലേക്ക് കൊടംപുളി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ സാധനം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്കിതിലേക്ക് നമ്മുടെ ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാൻ ടൈമായി. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകേണ്ടത് അതിൻ്റെ പച്ചക്കുത്ത് മണം, ഇങ്ങനെ ആവി വരുമ്പോൾ അതിൻ്റെ പച്ചക്കുത്ത് മണം മാറിയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ അധികം ഫിഷ് ഇതിലേക്ക് ഇടുന്നില്ല കേട്ടോ. ഒരു 5-6 ഫിഷ് മാത്രമേ ഇടുന്നുള്ളൂ. ഇവിടെ ആർക്കും ഉണക്കമീനോട് അത്ര താല്പര്യമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനോട് കഴമ്പുള്ള മീനാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. മീൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു ഒരു 10 മിനിറ്റ് കൂടി തിളപ്പിക്കുന്നുണ്ട്. ഫിഷും കൂടി ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ഏകദേശം നമ്മുടെ ഫിഷ് ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലയാണ് ആഡ് ചെയ്യേണ്ടത്. എൻ്റെ ഇവിടെ കരിവേപ്പില ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഞാൻ പച്ച വെളിച്ചെണ്ണ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതോടെ നമ്മുടെ ഫിഷ് കറി ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ കറിയാണ്. ഉണക്കമീൻ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഈ കറി ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തിടാം കേട്ടോ. ഓക്കെ, ബൈ, സീ യു.